ദേവാമൃതം. ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. ദേവാമൃതം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ചുള്ള നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി തരുവാനും ഒക്കെ പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ഞാൻ എറണാകുളം ജില്ലയിൽ നിന്നും എഴുതുന്നു. ഇവിടെ 15 വർഷമായി വീട് പണിത് താമസിക്കുന്നു. ഇപ്പോൾ ആകെ പ്രയാസത്തിലാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഇളയ മകൻ തീർത്ത് മദ്യപാനിയായി തീർന്നിരിക്കുകയാണ്. വീട്ടിലാകെ പ്രശ്നങ്ങളാണ്. അവൻ ജോലിക്കൊന്നും പോകാറില്ല. 3 പ്രാവശ്യം ലഹരിവിരുദ്ധ കേന്ദ്രത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തു നോക്കി. പക്ഷേ വീണ്ടും കുടി തുടങ്ങുന്ന അവസ്ഥ തന്നെയാണ്. ഇപ്പോൾ ആരോഗ്യപരമായും അവനാകെ തകർന്നിരിക്കുന്നു. വീടിൻ്റെ പ്രശ്നമാണ് എന്ന് പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു പരീക്ഷണത്തിന് മുതിർന്നുകൊണ്ടാണ് കത്തെഴുതുന്നത്. ദയവായി മറുപടി തന്നെ സഹായിക്കണം. അവസാനത്തെ കത്തിത്തുരുമ്പാണെന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ഈ ഒരു പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടൊരു കിണർ നിൽപ്പുണ്ട്. കാരണം ചില തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണറോ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന മറ്റെന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുമ്പോൾ ചിലപ്പോൾ മദ്യപാനശീലങ്ങളിലോ അല്ലെങ്കിൽ പുകവലിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ദുശീലങ്ങളിലൊക്കെ ആഡിക്റ്റായി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും കന്നിമൂല ഭാഗത്ത് സെപ്റ്റി ടാങ്കോ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒന്നും കിണറുകളോ ഒന്നും നമ്മൾ വെക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പം ഇവർക്ക് നിലവിൽ ഇപ്പോൾ ഇത് മാറ്റാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി സ്പേസ് ഉണ്ട്. കാരണം കിണറും വീടും തമ്മിൽ അകലം ഉള്ളതുകൊണ്ട് ഒരു ബേസിക് ഫൗണ്ടേഷൻ, ഒരു മതിലോ എന്തെങ്കിലും കെട്ടിയിട്ട് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷത്തിന് ഒരു പരിഹാരമാകും. അതുപോലെ ഭൂമി സംബന്ധമായിട്ട് നല്ല ബാധാദോഷങ്ങളൊക്കെ കാണുന്ന ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലും കർമ്മയെ കൊണ്ട് ഒരു ചെയ്യിപ്പിക്കണം. അതുപോലെ ഈ വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഇത് തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒരു ഏങ്കോണിപ്പുള്ള വസ്തുവായിട്ടാണ് കാണുന്നത്. ഇതിനകത്ത് താമസിക്കുമ്പം രോഗങ്ങളും കടബാധ്യതകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ കുട്ടികളിലേക്ക് പുരോഗതിക്കൊക്കെ തടസ്സമായിട്ട് നിൽക്കുക. ആ ഒരു ഭാഗം കൂടി ഇവർ സ്ക്വയർ ചെയ്തിട്ട് ആ ഒരു കോണിപ്പ് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക. അതുപോലെ ഈ വസ്തുവിൻ്റെ ഈ ഒരു കോണിപ്പ് കൂടി ഇവർ മാറ്റിയെടുക്കുമ്പം ഈ വസ്തു നല്ല ഒരു ദീർഘചതുരാകൃതിയിലുള്ള വസ്തുവായിട്ട് മാറിക്കിട്ടും. അപ്പോൾ ശരിക്കും സമ്പത്തും ഭാഗ്യമൊക്കെ അതുവരെ ഇവർക്ക് എന്തായാലും കൈവരും. അതുപോലെ വീടിൻ്റെ കിഴക്കുവടക്ക് ഭാഗത്തായിട്ട് ഒരു ഔട്ട് ഹൗസ് തള്ളി നിൽപ്പുണ്ട്. കാരണം വെച്ചാൽ വീടിൻ്റെ കിഴക്കുവടക്ക് ഭാഗം എന്ന് പറയുന്നത് എപ്പോഴും എനർജി ഫ്ലോ ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. കാരണം ഭൂമി കറങ്ങുന്നതിന് കിഴക്കുവടക്ക് ഭാഗത്തോട്ട് ചരിഞ്ഞായതുകൊണ്ട് കിഴക്കുവടക്ക് ഭാഗത്തുനിന്ന് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒരു എനർജി പാസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കിഴക്കുവടക്ക് ഭാഗത്ത് വലിയൊരു ഔട്ട് ഹൗസൊക്കെ നിന്ന് കഴിഞ്ഞാൽ വീടിനകത്തേക്ക് കടന്നു വരുന്ന എനർജിക്ക് ഒരു തടസ്സം ആകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആ ഔട്ട് ഹൗസിൻ്റെ കാര്യം ഇവർ ഒരു മതിലോ എന്തെങ്കിലും കെട്ടിയിട്ട് ഇതിനെ പുറത്താക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഔട്ട് ഹൗസ് പൂർണ്ണമായിട്ട് ഒഴിവ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. പക്ഷേ അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മതിൽ കെട്ടിയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്താൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ മാറിക്കിട്ടും. അതുപോലെ ഈ വീടിനകത്ത് ശരിക്കും ഉള്ള പ്രോബ്ലമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് മദ്യപാനത്തിലേക്കുള്ള ആഡിക്ഷനൊക്കെ കൂടുതൽ വരുന്നത് ആ ഒരു കന്നിമൂല ഭാഗത്തെ കിണറിൻ്റെ ദോഷം കൊണ്ടാണ്. അപ്പോൾ അത് ഇവരൊരു മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. അതുപോലെ മറ്റു ദോഷങ്ങളൊന്നും ഞാൻ ഇതിനകത്തും കാണുന്നില്ല. ഈ കിണറിൻ്റെ കാര്യങ്ങൾ മതിൽ കെട്ടി സെപ്പറേറ്റ് ചെയ്തിട്ട് മകനെ ഒരു ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ മദ്യപാനശീലങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് അദ്ദേഹം മാറിക്കിട്ടും. എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യങ്ങൾ മാത്രം കറക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ വ്യത്യാസം ഇവർക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് കുറേ മുമ്പുള്ള അധ്യായങ്ങൾ. അതായത് വീടിൻ്റെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ മാലിന്യം കെട്ടിക്കിടക്കാൻ പാടില്ല, വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല, അവിടെ വെയിറ്റ് കൂടാൻ പാടില്ല. ഇങ്ങനെയുള്ളത് കുറച്ചും കൂടെ വിശദമായി ഒന്നുകൂടെ ഒരു ഓർമ്മ പുതുക്കലെന്നോണം പറയാമോ? നമ്മൾ എപ്പോഴും ഒരു വീട് പണിയുമ്പോൾ വീടിൻ്റെ കിഴക്കുടക്ക് ഭാഗത്തായിട്ട് കിണർ കുഴിക്കാൻ പറയുന്നത് തന്നെ അത്രയും ഭാഗത്തെ മണ്ണ് എടുക്കുമ്പോൾ അത്രയും ഭൂമിയുടെ വെയിറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നമ്മൾ വെയിറ്റ് കൂടണം. കാരണം വെച്ചാൽ ഇപ്പോൾ ഒരു നിലയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വീടിൻ്റെ മുകളിൽ ഒരു നിലയോടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനകത്ത് താമസിക്കുന്ന നമുക്ക് തൊഴിൽപരമായിട്ടും ബിസിനസ് പരമായിട്ടൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ്, ജോലിയിലൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് കാരണമായി തീരും. കാരണം വെച്ചാൽ ഒരു ബാലൻസിങ് ആണ്. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ ചില വീടുകളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് അവരറിയാതെയാണെങ്കിൽ പോലും ചിലപ്പം ഈ ചില സ്ഥലങ്ങളിൽ നമുക്ക് മലിനജലങ്ങൾ കെട്ടി നിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഈ ഒരു അംശം പോലും വരാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. കാരണം വെച്ചാൽ ചില വീടുകളിൽ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നമ്മുടെ ടോയ്ലറ്റൊക്കെ ചെയ്തിരിക്കുന്ന വീടുകളുണ്ട്. അപ്പോൾ അവിടെ പലപ്പോഴും സെപ്റ്റി ടാങ്ക് വരുന്നത് ആ ഭാഗത്തായിരിക്കാം. അപ്പോൾ ആ ഒരു ഭാഗം തൊഴിലിൻ്റെ ഭാഗമാണ് എന്നുണ്ടെങ്കിൽ അവിടെ സെപ്റ്റി ടാങ്കൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തെക്ക് പടിഞ്ഞാറ് ഭാഗം, എനിക്കിപ്പോൾ വന്നിരിക്കുന്ന പ്ലാനില്ല, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഒരു കിണർ വരുന്നത്. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കിണറോ അല്ലെങ്കിൽ അത്രയും വല്ല വെള്ളം കെട്ടിക്കിടക്കുന്ന സംഭവം വരുമ്പോൾ ഒന്നാമത് കിണറാണ്, അത്രയും വലിയൊരു കുഴി അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത്രയും ക്വാണ്ടിറ്റിയുടെ വെള്ളവും കെട്ടിക്കിടപ്പുണ്ട്. അപ്പോൾ അത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇതേപോലെയുള്ള അസുഖങ്ങളോ അല്ലെങ്കിൽ ദുശീലങ്ങളിലൊക്കെ ചെന്ന് ചാടാനുള്ള സാധ്യത കൂടുതലാണ്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് വടക്ക് കിഴക്ക് പോർഷൻ. കാരണം വടക്ക് കിഴക്ക് പോർഷൻ ഒരു കാരണവശാലും മലിനജലമോ അല്ലെങ്കിൽ സെപ്റ്റി ടാങ്കോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമുക്കവിടെ വരാൻ പാടില്ല.
അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളിപ്പോഴും വാസ്തു ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുക. കാരണം വെച്ചാൽ ചില ഏരിയയിൽ ചില നെഗറ്റീവായിട്ടുള്ള സാധനങ്ങൾ വന്ന് കഴിയുമ്പോൾ അത് ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. കാരണം ഓരോ ദിക്കുകളുണ്ട്. വാസ്തുവിനെ സംബന്ധിച്ചിട്ട് 8 ദിക്കിനും നമുക്ക് പ്രാധാന്യമുണ്ട്. അതിനകത്ത് ചില ദിക്കുകളിൽ നമുക്ക് വെള്ളം വെക്കാം, ചില ദിക്കിൽ വെള്ളം പാടില്ല. ഇതെല്ലാം ഓരോ പഞ്ചഭൂതമായിട്ട് ബന്ധപ്പെട്ടാണ്. പഞ്ചഭൂതങ്ങളുടെ ഒരു കുഴപ്പം അറിയില്ല. ചില പഞ്ചഭൂതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ചേരില്ല, ചില പഞ്ചഭൂതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരുന്ന പഞ്ചഭൂതങ്ങളുണ്ട്. അപ്പം ഓരോ ദിക്കിൻ്റെയും പഞ്ചഭൂതങ്ങളും ഓരോ ദിക്കിലും ചെയ്യേണ്ട കാര്യങ്ങളും നോക്കി നമ്മൾ വാസ്തുവിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചിട്ടപ്പെടുത്തി പോവുകയാണെങ്കിൽ നമുക്ക് വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. അതുപോലെ വാസ്തുവിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോഴും ഓരോ ദിക്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആ പ്ലാനിൽ അടയാളപ്പെടുത്തി അല്ല കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ റൂമിൻ്റെ സൈസുകളും കാര്യങ്ങളും നമ്മൾ ചിട്ടപ്പെടുത്തുന്നത്. അപ്പം വീട് ചെയ്യുമ്പോൾ മാക്സിമം വാസ്തുവിൻ്റെ ഗുണഫലങ്ങൾ കിട്ടത്തക്കവണ്ണം പ്ലാൻ ചെയ്യുക. ഇതിനകത്ത് ഈ ഒരു കറക്ഷൻ ചെയ്യുമ്പോൾ ഇവരുടെ ഇപ്പോഴത്തെ ഈ വേദനിക്കുന്ന പ്രശ്നങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാവും. വാസ്തുശാസ്ത്രത്തിന് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് മറുപടി ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യുക. പ്രശ്നപരിഹാരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക. അതുപോലെ നിങ്ങളുടെ വാസ്തു ജ്യോതിഷപരമായ പ്രശ്ന പരിഹാരങ്ങൾക്ക് ഞങ്ങൾക്കും എഴുതുക. എഴുതിയറിയിക്കേണ്ട വിലാസം: ജ്യോതി പ്രൊഡ്യൂസർ, ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം. ദേവാമൃതത്തിന്റെ മനോഹരമായ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു പുതുമ നിറഞ്ഞ അധ്യായമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ വിടവാങ്ങുന്നു. നന്ദി, നമസ്കാരം. മറക്കുന്നു നാം ഇന്നു നമ്മളെ തന്നെ, വേദാന്തമില്ലാത്ത നാൾ വഴിയിൽ അറിവിൻ്റെ ആ ദിവ്യ പ്രഭയായി ചൊരിയുന്നു ഗുരുവരുളാകുന്ന ദേവാമൃതം, ഗുരുവരുളാകുന്ന